ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് സായി കൃഷ്ണ ഈ ഒരാഴ്ച നോമിനേഷനിൽ ഉണ്ടാവും എന്നത്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പോയി പറഞ്ഞതിന്റെ പണിഷ്മെന്റ് ആയിട്ടാണ് സായിക്ക് ഒരാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ നമ്മുടെ ലാലേട്ടൻ കൊടുത്തത്. പക്ഷെ സായി ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിലില്ല. സിനാരിയോ എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു XYZ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സായിയുടെ പേരൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം കുറെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. അപ്പോഴേ കുറെ കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യവും മനസ്സിലാവത്തുള്ളൂ. റെക്കോർഡ് റെമ്യൂണറേഷൻ കൊടുത്ത് പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ കാറിൽ നിന്നും പൊക്കിയെടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 പറച്ചു നടന്നു. ഐ റിപ്പീറ്റ്, റെക്കോർഡ് റെമ്യൂണറേഷൻ കൊടുത്ത്. പക്ഷെ അയാൾ ഒന്നും കളിക്കാതെ കുട്ട കളിച്ച ആ വഴി നടന്നു എന്ന് മാത്രമല്ല, പുറത്തെ കാര്യങ്ങൾ അകത്ത് എന്ന് പറഞ്ഞ് ഷോയുടെ നിയമങ്ങൾ ലംഘിച്ചു. അങ്ങനെ ഒരാളെ ലാലേട്ടൻ നേരെ നോമിനേഷനിൽ ഇടുന്നു ഈ ഒരാഴ്ചത്തേക്ക്. പക്ഷെ ബിഗ് ബോസ് മനഃപൂർവ്വം അയാളെ നോമിനേഷനിൽ ഇടാൻ മറന്നു പോകുന്നു. കാരണം നോമിനേഷനിൽ വന്നാല് ചിലപ്പോ ഈ പറഞ്ഞ ആള് പുറത്തേക്ക് പോകും എന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം. ഒരാഴ്ച നിർത്താനല്ലല്ലോ റെക്കോർഡ് റെമ്യൂണറേഷൻ കൊടുത്ത് ഈ പറഞ്ഞ ആളെ അകത്തേക്ക് കയറ്റി വിട്ടത്. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് യൂട്യൂബ് യൂസേഴ്സിനിടയിൽ ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക. പല സോഷ്യൽ ഇഷ്യൂസിലും റിയാക്ട് ചെയ്യുന്ന ഇദ്ദേഹം ഹൗസിനുള്ളിൽ എന്ത് ചെയ്യും എന്ന് നോക്കി ഈ പറഞ്ഞ യൂസേഴ്സിനെ മുൾമുനയിൽ നിർത്തി TRP ഉണ്ടാക്കുക, വാച്ച് അവേഴ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ബിഗ് ബോസ് മേക്കേഴ്സിന്റെ ലക്ഷ്യങ്ങൾ. വളരെ നല്ല തീരുമാനങ്ങളാണ്, വളരെ നല്ല സ്ട്രാറ്റജീസ് ആണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ XYZ ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവുകളും വരുന്നുണ്ട്. ആരെങ്കിലും നെഗറ്റീവ് ഗെയിം കളിച്ചാൽ അതും ഇവർക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്, TRP കൂടും. അതുകൊണ്ടാണ് സായി കൃഷ്ണനെ ഈ ആഴ്ച നോമിനേഷനിൽ നിന്നും ഒഴിവാക്കിയത്. സായിയെയും അവിടെ ഉള്ളവരെയും എല്ലാവരും ഓർത്തോണ്ടിരിക്കുന്നത് പുള്ളി നോമിനേഷനിൽ ഉണ്ട് എന്നാണ്. അവരെയും കബളിപ്പിച്ചു, പ്രേക്ഷകരെയും കബളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സായിയുടെ കൂടെ പണിഷ്മെന്റ് നോമിനേഷൻ കൊടുത്ത അഭിഷേക് എസിനോട് വീണ്ടും അനീതി കാണിച്ച പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. സായിക്ക് മാത്രം എന്തോ പരിഗണന കൊടുക്കുന്നു, അഭിഷേകിന് അത് കൊടുക്കുന്നില്ല. അഭിഷേക് മാത്രം എന്തോ വലിയ തെറ്റ് ചെയ്തു, സായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പോലെ ആക്കി. ഇത് പാർഷ്യാലിറ്റി തന്നെയാണ്, ഫേവറിസം തന്നെയാണ്. നോമിനേഷൻസിൽ ഉടായ്പ കാണിക്കുന്ന പരിപാടി ഇതുവരെ ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നും അല്ല ബിഗ് ബോസ് മലയാളത്തിൽ. പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയുള്ള പല ഉടായ്പകളും ബിഗ് ബോസ് കാണിക്കും എന്ന്. അതുകൊണ്ട് വലിയ അതിശോക്തി ഒന്നുമില്ല ഇതില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചർച്ചകൾ സജീവമാക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.